എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. 2024 ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ഭാഗം 2 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്നത്. 2024 ജനുവരിയുമായി ബന്ധപ്പെട്ട ജനുവരിയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി പഠിക്കാനുണ്ട്. പിന്നെ പൊതുവെ ജനുവരി മാസമാകുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കറണ്ട് അഫയർ ആ മാസം വരും അല്ലെ. ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ നമുക്ക് അത്രത്തോളം വരാറില്ല. അപ്പൊ ഇന്ത്യ എന്നുള്ളത് നമുക്ക് ഒന്നായിട്ട് അങ്ങോട്ട് തരുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യ ഭാഗം രണ്ട് ഭാഗമാക്കിയിട്ട് തരുന്നത്. ഇന്ത്യ അതുകൊണ്ട് ഇന്നത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഇന്ത്യയുടെ ഫുൾ ഭാഗങ്ങൾ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താഴെ ഒന്ന് കമന്റ് രൂപത്തിൽ കൂടിയിട്ടൊന്ന് അഭിപ്രായം രേഖപ്പെടുത്തണം. നമുക്കപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ ഭാഗത്തെ കുറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വിശദീകരിച്ചിട്ട് തന്നെ പഠിച്ചു പോകാം. ക്വസ്റ്റ്യൻ, വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം ആരുടേതാണ്? എസ് ജയശങ്കർ ആണ്. വൈ ഭാരത് ബുക്കുകളൊക്കെ എന്ത് ചെയ്യണം, ഒരു ഭാഗത്തേക്ക് നോട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ആരുടെയൊക്കെയാണ് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള നോവലുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യണം. അത് കാരണം ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് തരുന്ന ഭാഗമാണ്. വൈ ഭാരത് മാറ്റേഴ്സ് ആരുടെ ബുക്കാണ്? എസ് ജയശങ്കറിൻ്റെതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ MV ലീല നോർഫോക്ക്. എന്താണ് MV ലീല നോർഫോക്ക് എന്ന് പറയുന്നത്? 2024 ജനുവരിയിൽ അറബിക്കടലിൽ എവിടെയാണ്, അറബിക്കടലില് കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയയുടെ ചരക്ക് കപ്പലാണ്. ഇത് ലൈബീരിയയുടെ ചരക്ക് കപ്പലാണ്. ഏത്? MV ലീല ഫോർക്ക്. ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇത് അറബിക്കടലില് സൈബീരിയൻ കൊള്ളക്കാരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കപ്പലിനെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ഈ ലൈബീരിയൻ കപ്പലിനെ മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നാവികസേന, നമ്മുടെ ഇന്ത്യൻ ആയതുകൊണ്ടാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ വരാൻ കാരണം. ഇന്ത്യൻ നാവികസേനയാണ് ലൈബീരിയയുടെ MV ലീല നോർഫോക്ക് എന്ന ചരക്ക് കപ്പല് സൈബീരിയൻ കൊള്ളക്കാരിൽ നിന്ന് പിടിച്ചെടുത്തത്. C-130J സൂപ്പർ ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനം ആദ്യമായിട്ട് ഇന്ത്യൻ വ്യോമസേനയുടെ കാർഗിൽ എയർ സ്ട്രിപ്പില് രാത്രി ലാൻഡിംഗ് നടത്തിയ ഒരു വിമാനമാണ്. കാർഗിൽ എയർ സ്ട്രിപ്പില് രാത്രി സമയത്ത് ലാൻഡിംഗ് നടത്തിയ വിമാനമാണ് ഇത്. C-130J സൂപ്പർ ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനം. ഇനി നമുക്കറിയാം, നമ്മൾ പഠിക്കാറുണ്ട്, കാന്തല്ലൂരിനെ കുറിച്ച് പഠിക്കാറുണ്ട് അല്ലെ. എന്താണ് കാന്തല്ലൂരിന്റെ നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്താണ്? കാന്തല്ലൂര് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം ലഭിച്ചത് ഏതിനാണ്? കാന്തല്ലൂരിനാണ്. മികച്ച ഗോൾഡൻ വില്ലേജ് പുരസ്കാരം ലഭിച്ചത് കാന്തല്ലൂരിനാണ്. ഈ കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ചോദ്യം വരും ഉറപ്പാണ്. കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ജിതേഷ് ജി ആണ്. കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ ജിതേഷ് ജി ആണ്. ഇനി കക്കോട മഹാദേവ ക്ഷേത്രമുണ്ട്. എവിടെയാണ് ഈ കക്കോട മഹാദേവ ക്ഷേത്രം? ഗോവയിലാണ്. ഇവിടെ കന്നഡയിലും സംസ്കൃതത്തിലും ഒക്കെ എഴുതിയിട്ടുള്ള 10ാം നൂറ്റാണ്ടിലത്തെ കദംബ ലിഖിതം കണ്ടെത്തി. എന്താണ്? കദംബ ലിഖിതം കണ്ടെത്തിയത് എവിടെയാണ്? കദംബ ലിഖിതം കണ്ടെത്തിയത്. കദംബ ലിഖിതം എന്ന് പറയുന്ന സമയത്ത് അത് കന്നഡയിലും അതുപോലെ സംസ്കൃതത്തിലും എഴുതിയിട്ടുള്ളതാണ്. കന്നഡയിലും സംസ്കൃതവുമാണ്. ഓക്കെ ആണല്ലോ. അത് കണ്ടെത്തിയത് എവിടെ നിന്നാണ്? കക്കോട മഹാദേവ ക്ഷേത്രം ഗോവയിൽ നിന്നാണ്. ദബാരി കുരുവി ആദിവാസികൾ മാത്രം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഒന്നും കൂടി നിങ്ങൾ അത് നല്ല രീതിയിൽ പഠിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലെത്തി വെക്കുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക. 4ാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട്, അതായത് ഒന്നും കൂടി നിങ്ങൾ എല്ലാം നന്നായി പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇത് എന്ത് ചെയ്യണം, ഉറക്കത്തിൽ പോലും ചോദിച്ചാലും നമുക്ക് ഓർമ്മ വേണം കേട്ടോ. വൈ ഭാരത് മാറ്റേഴ്സ് ആരുടെ പുസ്തകമാണ്? എസ് ജയശങ്കർ ആണ്. കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജിതേഷ് ജി എന്ന് മനസ്സിലാക്കുക. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ സിനിമയാണ് ഏത്? ദബാരി കുരുവി. ഏത് ഭാഷയിലാണ് ഇത്? ഇരുള ഭാഷയിലാണ്. ചോദ്യം വരും ട്ടോ. ഇരുള ഭാഷയിലാണ് ആദിവാസികൾ മാത്രം അഭിനയിച്ചിട്ടുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ സിനിമയാണ് ഇത്, ദബാരി കുരുവി.
ഇനി ബ്ലാക്ക് ഫോളുകളെ കുറിച്ച് പഠിക്കാൻ, എന്താണ് ബ്ലാക്ക് ഫോളുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപഗ്രഹം വിക്ഷേപിച്ച എത്രാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ? രണ്ടാമത്തെ രാജ്യമാണ്. നമ്മുടെ ഇന്ത്യ രണ്ടാമത്തെ രാജ്യമാണ്. ബ്ലാക്ക് ഫോളുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപഗ്രഹം വിക്ഷേപിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് രണ്ടാമത്തേതാണ്. ഇനി പ്രേരണ, എന്താണ് ഈ പ്രേരണ എന്ന് പറയുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂള്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് പ്രേരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂളും അതുപോലെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും ഒക്കെ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് പ്രേരണ. ഇനി 6.2%. എന്താണ് 6.2%? യുണൈറ്റഡ് നേഷൻ വേൾഡ് ഇക്കണോമിക് സിറ്റുവേഷൻസ് ആൻഡ് പ്രോസ്പെക്ട്സ് എന്ന സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം 2024 ഇന്ത്യയില് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയാണ് 2024 ഇന്ത്യയുടെ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക വളർച്ചയാണ് എത്രയാ? 6.2% എന്ന് പറയുന്നത്. 6 പ്രതീക്ഷിതമാണ് 6.2%. ഇനി ഉസ്താദ് റാഷിദ് ഖാൻ, അദ്ദേഹം അന്തരിച്ചു. ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. അദ്ദേഹം ചോദ്യം വന്നാൽ അല്ലെ ഏതു മേഖലയുമായിട്ട് പ്രസിദ്ധനാണെന്നാണ് ക്വസ്റ്റ്യൻ വരാറ്. ഏതു മേഖലയിലാണ് അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. അദ്ദേഹം പത്മഭൂഷൺ ജേതാവ് കൂടിയിട്ടാണ് കേട്ടോ. പത്മഭൂഷൺ ജേതാവുമാണ് അദ്ദേഹം. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. ആര്? ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ. ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോ അന്തരിച്ചത് ചോദിക്കുമ്പോൾ ഏത് മേഖലയുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടത് എന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഹിന്ദുസ്ഥാനി, ഉസ്താദ് റാഷിദ് ഖാൻ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക. വൈ ഭാരത് മാറ്റേഴ്സ് എസ് ജയശങ്കറിന്റേതാണ്. MV ലീല നോർഫോക്ക് ലൈബീരിയയുടെ ചരക്ക് കപ്പലാണ്. അത് സൈബീരിയൻ കൊള്ളക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിനെ അറബിക്കടലിൽ വെച്ചിട്ട് അതിനെ ആ വിമാനം റാഞ്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇന്ത്യൻ വ്യോമസേന എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അതിനെ പിടിച്ചെടുത്തു. പിന്നെ ജിതേഷ് ജി, അത് നോക്കണം. കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ. നന്നായിട്ട് പഠിച്ചു വെക്കുക. കദംബ ലിഖിതം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? കക്കോട മഹാദേവ ക്ഷേത്രം ഗോവയിൽ നിന്നാണ്. ഇരുള ഭാഷയിൽ അവതരിപ്പിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമയാണ് ദ ബാരിക്കുരുവി. ബ്ലാക്ക് ഫോളുകളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം വിക്ഷേപിച്ച എത്രാമത്തെ രാജ്യമായിട്ട് മാറി ഇന്ത്യ? രണ്ടാമത്തെ രാജ്യമായിട്ട്. പ്രേരണ അല്ലെ നരേന്ദ്രമോദി പഠിച്ച സ്കൂളും ജന്മസ്ഥലം ഒക്കെ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത് പ്രേരണ. 2024 ഇന്ത്യയുടെ സാമ്പത്തിക പ്രതീക്ഷിത വളർച്ചാ നിരക്കാണ് 6.2%. ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. അതുപോലെ തന്നെ അദ്ദേഹം പത്മഭൂഷൺ ജേതാവുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് ഏത്? കൃത്രിം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിതി പ്ലാറ്റ്ഫോമാണ് കൃത്രിം എന്ന് പറയുന്നത്. INS ഇംഫാൽ. എന്താണ് INS ഇംഫാൽ? INS ഇംഫാൽ എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ്. ഇന്ത്യ സ്വന്തമായിട്ട് തന്നെ വികസിപ്പിച്ചതാണ് ഏത്? INS ഇംഫാൽ എന്ന് പറയുന്നത്. INS ഇംഫാൽ പറയുമ്പോൾ അത് എന്ത് കൂടിയിട്ടാണ്? അതൊരു യുദ്ധക്കപ്പലാണ്. എന്താണ്? യുദ്ധക്കപ്പൽ. INS എന്താണ്? യുദ്ധക്കപ്പലാണ് കേട്ടോ. യുദ്ധക്കപ്പലാണ്. ഇനി മാൽ ഗൻസിഗിരി വിമാനത്താവളം ഗോവയിലാണ് കേട്ടോ. മാൽ ഗൻസിഗിരി വിമാനത്താവളം എവിടെയാണ്? മാൽ ഗൻസിഗിരി വിമാനത്താവളം 2024 ജനുവരിയിൽ പ്രവർത്തനം ആരംഭിച്ച ഒഡീഷയിലെ എവിടെയാണ്? ഒഡീഷയിലെ എയർപോർട്ടാണ് കേട്ടോ. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? മാൽഗൻസിഗിരി വിമാനത്താവളം ഗോവ എന്നാ കൊടുത്തിരിക്കുന്നത്. തെറ്റാണ് കേട്ടോ. ജനുവരി പ്രവർത്തനം ആരംഭിച്ച ഒഡീഷയിലെ എയർപോർട്ടാണ് ഏത്? ഗോവ എന്ന് പറയുന്നത് കേട്ടോ. ഗോവയിൽ തെറ്റാണ്. ഇവിടെ ആൻസർ ഒഡീഷയാണ് കേട്ടോ വരേണ്ടത്. ഒഡീഷ. ഇനി ഏതാണ്? മാൽ ഗൻസിഗിരി വിമാനത്താവളം എവിടെ വരാൻ പോകുന്നു? ഒഡീഷയില്. ഇനി നമ്മുടെ ഇന്ത്യയില് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും മികച്ച നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചെന്നൈയിലാണ്. PSC കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ ചെന്നൈക്ക് വിടാം കേട്ടോ. ചെന്നൈയിലാണ്. എന്തായാലും ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമായിട്ട് ഏതായിട്ട് മാറിയത്? ചെന്നൈയാണ്. ചെന്നൈ.
അടുത്തത് ഡീക്കിൻ സർവകലാശാല. ഡീക്കിൻ സർവകലാശാല എന്താണ് ഡീക്കിൻ ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യത്തെ വിദേശ സർവകലാശാലയാണ്. ഡീക്കിൻ സർവകലാശാല എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ് അല്ലെ. ഡീക്കിൻ സർവകലാശാല ഓസ്ട്രേലിയയിലാണ്. അവരാണ് ആദ്യമായിട്ട് ഒരു ക്യാമ്പസ് ആരംഭിക്കുന്നത്. എവിടെയാണ് ക്യാമ്പസ് ആരംഭിച്ചത്? ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ്. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? അവര് ആദ്യമായിട്ട് ക്യാമ്പസ് ആരംഭിക്കുന്നത്. ഏത് സർവകലാശാലയാണ്? ഡീക്കിൻ സർവകലാശാല. ഇനി സ്പേസ് നമുക്കറിയാം രാജ്യത്തെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള ഒരു OTT പ്ലാറ്റ്ഫോമാണ് ഇത് സി സ്പേസ് അല്ലെ. സി സ്പേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കൂടിയിട്ട് പറഞ്ഞതാണ്. എന്താണ് OTTയുടെ ഫുൾ ഫോം? ഓവർ ദി ടോപ്പ്. ഇനി ഇൻഡോറും സൂററ്റും രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾക്കുള്ള 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഇൻഡോറിനും സൂററ്റ്. ഇപ്പൊ കുറെ ആയിട്ട് ഇപ്പൊ 2023, 22 കാലം കൊണ്ടൊക്കെ ഏതാണ് ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട്? ഇൻഡോർ ആണ് കേട്ടോ. ഇൻഡോറും പിന്നെ ഇതൊന്ന് സൂററ്റും വന്നു. തുടർച്ചയായിട്ട് 7ാം വർഷമാണ്, 7 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഏറ്റവും വൃത്തിയുള്ള നഗരത്തിന് കിട്ടുന്നത് ആർക്ക് തന്നെയാണ്? ഇൻഡോറിനാണ്. ഇനി 2026 ഇന്ത്യ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ നിലവിൽ വരുന്നത്. ഇന്ത്യൻ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ നിലവിൽ വരുന്ന വർഷം എപ്പോഴാണ്? 2026. അപ്പോഴൊക്കെ നമുക്ക് സർവീസിലൊക്കെ ആയിട്ട് നമ്മൾ അപ്പോഴേക്കും രണ്ട് വർഷം ആയിട്ടുണ്ടാവും അല്ലേ. സർവീസിലൊക്കെ ആയിട്ട് നമ്മൾ അപ്പോഴേക്കും 2 വർഷം കയറിയില്ലേ. അപ്പോഴായിരിക്കും ഏത് വരിക? ബുള്ളറ്റ് ട്രെയിന് വരിക. പ്രഭ ആത്രേ അന്തരിച്ചു. പ്രഭ ആത്രേ അന്തരിച്ചു. ആരാണ് ഈ പ്രഭ ആത്രേ എന്ന് പറയുന്നത്? ഹിന്ദുസ്ഥാനി ഇതിഹാസ ഗായികയും പത്മവിഭൂഷൺ ജേത്രിയുമായിട്ടുള്ള പ്രഭ ആത്രയാണ്. ആരാണ് പ്രഭ ആത്രേ എന്ന് പറയുന്നത്? പത്മവിഭൂഷൺ ജേതാവാണ്. ഒന്ന് മാത്രമേ എന്താണ്? ഒന്ന് പത്മവിഭൂഷൺ, രണ്ടോ പിന്നെ ഹിന്ദുസ്ഥാനി ഇതിഹാസ ഗായികയാണ്. പത്മവിഭൂഷൺ കിട്ടിയത് 2022 കേട്ടോ. പ്രഭ ആത്രയ്ക്ക് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത്. അതുപോലെ 1990 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2002 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. എൻലൈറ്റനിങ് ദ ലിസണർ അവർ രചിച്ച പുസ്തകമാണ്. എൻലൈറ്റനിങ് ദ ലിസണർ അവർ രചിച്ച പുസ്തകമാണ്. അവരുടെ ആത്മകഥയാണ്. ഏതാണ്? സംഗീതത്തിന്റെ പാതയിൽ. അവരുടെ ആത്മകഥ സംഗീതത്തിന്റെ പാതയിൽ. അതുപോലെ രാഗങ്ങൾ, ഖയാല്, തുമ്രി, ഗസൽ ഭജൻ, തരാന ഇതൊക്കെ അവരുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. അപ്പൊ പ്രഭ ആത്രേ അന്തരിച്ചു. അവർ ഏത് മേഖലയിലാണ് പ്രശസ്ത എന്ന് ചോദിച്ചാൽ അവർ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ്. അത് മനസ്സിലാക്കുക. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ്. പിന്നെ എന്ത് പഠിക്കണം? 2022 അവർക്ക് 2022 അവർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പിന്നെ എൻലൈറ്റനിങ് ദ ലിസണർ അവർ രചിച്ച പുസ്തകമാണ്. അവരുടെ ആത്മകഥയാണ് സംഗീതത്തിന്റെ പാതയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക്? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയിട്ടുള്ള കടൽപ്പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയിട്ടുള്ള ഒരു കടൽപ്പാലമാണ് ഏത്? അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് അല്ലേ. ഇതെവിടെയാണ്? മുംബൈയിലാണ്. 21.8 കിലോമീറ്റർ ആണ്. കടലിന് മുകളിലൂടെ ഇതിന് എത്ര ദൂരമുണ്ട്? 21.8 കിലോമീറ്റർ ആണ്. ലോകത്ത് വെച്ചിട്ട് കണക്കാക്കുന്ന സമയത്ത് ഇതിന് 12ാം സ്ഥാനമാണ്. അപ്പോൾ മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടാവും അല്ലെ നീളമേറിയിട്ടുള്ള കടൽപ്പാലമൊക്കെ ഉണ്ടാകും. അങ്ങനെ കടൽപ്പാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ ഈ പാലം എത്രാമത്തെ സ്ഥാനത്താണ്? 12ാമത്തെ സ്ഥാനത്താണ്. നീളത്തിൽ ലോകത്തിലെ 12ാം സ്ഥാനത്താണ്. നമ്മുടെ മുംബൈ നഗരത്തെ നാവശേവിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. മുംബൈ നഗരത്തെ നവി മുംബൈയിലെ നാവശേവിയുമായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാലം കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് സാമ്പത്തിക സഹായം നൽകിയത് ഏത് രാജ്യമാണ്? ജപ്പാനാണ് കേട്ടോ.
ഈ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകിയത് ആരാണ്? ജപ്പാനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക്. മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കടലിന് മുകളിലൂടെ 21.8 കിലോമീറ്റർ ആണ്. ലോകത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന് 12ാം സ്ഥാനമാണ്. വേൾഡില് ഇത് 12ാം സ്ഥാനമാണ്. മുംബൈ നഗരത്തെ കണക്ട് ചെയ്യുന്നു. നവി മുംബൈയിലെ ഏതുമായിട്ട്? നവശേവയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം നൽകിയത് ജപ്പാനാണ്. ഇനി കേരളം എന്ന് പറയുന്നത് ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിൽ അല്ലെ, ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഫസ്റ്റ് വന്നത് ഏതാണ്? നമ്മുടെ കേരളമാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം കേരളത്തിന് ലഭിച്ചു. ഇനി നമ്മുടെ രാജ്യത്ത് റംസാർ സൈറ്റുകളുടെ അതുല്യമായ സംരക്ഷണ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വന്നത്? 2023-24 ബജറ്റിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചു കഴിഞ്ഞു കേട്ടോ. അമൃത് ധരോഹർ പദ്ധതി 2023-2024 ബജറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് അമൃത് ധരോഹർ. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? റംസാർ സൈറ്റുകളുടെ അമൂല്യമായിട്ടുള്ള സംരക്ഷണ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് കൊണ്ടുവന്നത്? അമൃത് ധരോഹർ പദ്ധതി. ഇനി BR അംബേദ്കറുടെ ഏറ്റവും ഉയരമുള്ള പ്രതിമ എത്ര അടിയാണ്? 206 അടിയുള്ള പ്രതിമ വന്നു ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. BR അംബേദ്കറുടെ ഏറ്റവും ഉയരമുള്ള പ്രതിമ, ലോകത്തെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പ്രതിമയാണ് ഇത്. എന്താണ്? സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന പേരിലാണ് BR അംബേദ്കറുടെ ഈ പ്രതിമ അറിയപ്പെടുന്നത്. 206 അടി ഉയരമാണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്നത്, നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ് ഏത് ദേശീയപാതയിലാണ് വന്നത്? NH66 NH66 ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ്. ചിലപ്പോൾ നമുക്ക് ആ റോഡ് ഗതാഗതമൊക്കെ പഠിക്കാനില്ലേ? ഗതാഗതത്തില് റോഡ് ഗതാഗതം, ജലഗതാഗതം ഒക്കെ പഠിക്കാറുണ്ട്. ചിലപ്പോൾ അതില് നമുക്ക് പഴയ കാര്യങ്ങൾ ചോദിക്കാതെ ചിലപ്പോൾ കറണ്ട് അഫെയർ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ് ഏത് NH-ലാന്ന് ചോദിച്ചിട്ട് 4 NH തന്ന് അത് മനസ്സിലാക്കണം. NH66. അപ്പൊ ഈ 20ാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. 21 പോയിന്റ്. ഇപ്പൊ ഈ നമ്പറുകളൊക്കെ വരുന്നത് എത്രയാണ് ഉയരം, എത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഭൂകമ്പം ഉണ്ടായതുപോലെ എത്ര ഹെക്ടറിലാണ് അത് അടക്കമാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് 21.8 കിലോമീറ്റർ ഒക്കെ പഠിക്കുക കേട്ടോ. ലോകത്തിലൊക്കെ 12ാം സ്ഥാനമാണ് പഠിക്കുക. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഫസ്റ്റ് കേരളമാണ്. അമൃത് ധരോഹർ പദ്ധതി റംസാർ സൈറ്റുകളുടെ മൂല്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 2023-24 ബജറ്റിൽ കൊണ്ടുവന്നതാണ് അമൃത് ധരോഹർ എന്നൊക്കെ ആലോചിക്കാം. BR അംബേദ്കറുടെ പ്രതിമ 206 അടിയാണ്. എത്രയാണ്? 206 അടിയാണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസിൽ, കാരണം അദ്ദേഹം ഒരു അറിയാലോ നിയമജ്ഞനാണ്, അതുകൊണ്ടാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള അറിയപ്പെടുന്നത്. ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ് എവിടെയാണ്? NH66. ബീഹാർ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ. അവർക്ക് മരണാന്തര ബഹുമതിയായിട്ട് എന്ത് ലഭിച്ചു? ഭാരതരത്നം ലഭിച്ചു. ഭാരതരത്നം മരണാന്തര ബഹുമതിയായിട്ടാണ് ഇത് ലഭിച്ചത്. ഭാരതരത്നം. ബീഹാർ മുൻ മുഖ്യമന്ത്രിയാണ് കേട്ടോ. ഇനി ആപ്പിൾ ഇന്റർനാഷണൽ ഡാറ്റ കോർപ്പറേഷന്റെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉൽപാദകർ ആരാണ്? ആപ്പിൾ ആണ് മൊബൈൽ ഫോൺ ഉൽപാദകർ. അനുവാദിനി ബഹുഭാഷാ വിദ്യാഭ്യാസം, അതായത് നമുക്കിപ്പോ ചിലവർക്കൊക്കെ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ 2 ലാംഗ്വേജ് അറിയുള്ളൂ അല്ലെ? അത് പോരാ, നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ ഭാഷകൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ട് ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻ ആണ് ഇത് അനുവാദിനി. ചോദ്യം വരും കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് അനുവാദിനി. ഇനി മൂല്യപ്രവാഹ 2.0 വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളും സമഗ്രതയും വളർത്തുന്നതിന് UGCയുടെ പുതിയ പദ്ധതിയാണ് ഏത്? മൂല്യപ്രവാഹ 2.0. UGCയുടെ എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളും അതുപോലെ സമഗ്രതയും ഒക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് മൂല്യപ്രവാഹ 2.0. ജഡായു
വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പ് ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ജഡായു. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഏത്? ജഡായു. നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണി എന്ന് പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായിട്ട് മാറിയത് ഇന്ത്യൻ ഓഹരി വിപണിയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഇത്രയും രാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയുടെ സ്ഥാനം എത്രയാണ്? 4ാമത്തെ സ്ഥാനമാണ്. ഇനി ഡെസേർട്ട് നൈറ്റ്, ഇന്ത്യയും ഫ്രാൻസും UAEയും തമ്മിലുള്ള സംയുക്ത വ്യോമ അഭ്യാസമാണ് കേട്ടോ. വ്യോമ അഭ്യാസമാണ് ഇത് ഡെസേർട്ട് നൈറ്റ്. ഇന്ത്യ ഫ്രാൻസ് UAEയും തമ്മിലുള്ള ഒരു സംയുക്ത വ്യോമ അഭ്യാസമാണ് ഇത് ഡെസേർട്ട് നൈറ്റ്. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ചതായ സേതു ടോൾ ഫ്രീ നമ്പറാണ് 144554. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച സേതു ടോൾ ഫ്രീ നമ്പറാണ് 144554. ഇങ്ങനത്തെ ഇപ്പൊ ഈ 2022-2023 ഇങ്ങനെ ടോൾ ഫ്രീ നമ്പറൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? അത് പഠിച്ചു വെക്കണം. ഇനി ഇത്തവണത്തെ റിപ്പബ്ലിക് പരേഡ്, അതായത് ജനുവരിയിൽ 26-ന് റിപ്പബ്ലിക് പരേഡ് കഴിഞ്ഞു അല്ലെ? അതില് പരേഡ് നയിച്ച മലയാളി വനിതകൾ ആരൊക്കെയാണ്? മേഘ നായർ, ശ്വേത കെ സുഗതൻ, H ദേവിക. ഇത്തവണത്തെ 2024 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ച മലയാളി വനിതകൾ മേഘ നായർ, ശ്വേത കെ സുഗതൻ, H ദേവിക. മേഘ നായർ എന്ന് പറയുമ്പോൾ CRPF ആണ് കേട്ടോ. മേഘ നായർ CRPF ആണ്. പിന്നെ ശ്വേത കെ സുഗതൻ ഡൽഹി പോലീസാണ് കേട്ടോ. ഡൽഹി പോലീസാണ്. H ദേവിക എന്ന് പറയുന്നത് നാവികസേനയുടെ പ്ലട്ടൂൺ കമാൻഡർ ആണ് H ദേവിക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ആയാലോ. എന്താണ് കർപ്പൂരി താക്കൂറിനെ കുറിച്ച് പഠിച്ചത്? ഭാരതരത്ന അല്ലെ? ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. അവർക്ക് ഭരണാന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന ലഭിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉത്പാദക കമ്പനി ഏതാണ്? ആപ്പിൾ ആണ്. അനുവാദിനി അല്ലെ? ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനുവാദിനി. ഇനി മൂല്യപ്രവാഹം അല്ലെ? കുട്ടികളിലൊക്കെ നല്ല രീതിയിലുള്ള ധാർമ്മിക മൂല്യങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് UGC കൊണ്ടുവന്നാണ് മൂല്യപ്രവാഹ 2.0. ജഡായു എന്താണ്? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ഓഹരി വിപണി ലോകത്തിൽ എത്രാം സ്ഥാനമാണ്? 4ാം സ്ഥാനമാണ്. സംയുക്ത വ്യോമ അഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ്. ഇന്ത്യയും ഫ്രാൻസും UAEയും തമ്മിലുള്ളതാണ്. പിന്നെ നിയമോപദേശം അറിയാൻ വേണ്ടിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പറാണ് 144554. റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ച മലയാളി വനിതകളാണ് മേഘ നായർ CRPF ആണ്. ശ്വേത കമേൻ ഡൽഹി പോലീസാണ്. H ദേവിക എന്താണ്? പ്ലട്ടൂൺ കമാൻഡർ, നാവികസേനയുടെ പ്ലട്ടൂൺ കമാൻഡർ ആണ് H ദേവിക. ഇത്രയും കാര്യങ്ങളൊക്കെ ആയാലോ. ഞാൻ റിപ്പീറ്റേഷൻ അത്രയും കൊടുത്ത് പറയുന്നുണ്ട്. ക്ലാസ് തന്നെ പഠിച്ചു പോകണം കേട്ടോ. അടുത്തത് LIC. 2024 ജനുവരിയില് സ്റ്റേറ്റ് ബാങ്കിനെ SBIനെ മറികടന്നിട്ട് രാജ്യത്തെ ഏറ്റവും വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഏത് മാറി? LIC മാറി. ഇനി 2024 എത്രാമത്തെ റിപ്പബ്ലിക് ആയിരുന്നു? 75ാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു അല്ലെ? 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ്? ഇമ്മാനുവൽ മെക്രോൺ ആണ്. അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. 75ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മെക്രോൺ, അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഏത് മിസൈൽ ഉണ്ട്? ബ്രഹ്മോസ് മിസൈൽ ഉണ്ട് അല്ലെ? ബ്രഹ്മോസ് മിസൈൽ എന്ത് ചെയ്യാണ്? ആദ്യമായിട്ട് എവിടേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്? ഫിലിപ്പീൻസിലേക്കാണ്. അപ്പൊ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായിട്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യം എവിടേക്കാണ്? ഫിലിപ്പീൻസിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇനി സെർവിക്കൽ ക്യാൻസറിനുള്ള പ്രതിരോധ ഇമ്പോർട്ടന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും അടുത്ത എക്സാമുകളിൽ വരും. മാർക്ക് കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ നമുക്കറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഏത് മോഡലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ എത്തുമ്പോൾ അവിടെ അത്ര ഇമ്പോർട്ടന്റ് പറയുന്നത് കേട്ടോ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സെർവിക്കൽ ക്യാൻസറിനാണ് കേട്ടോ. സെർവിക്കൽ ക്യാൻസറിനുള്ള പ്രതിരോധ കുത്തിവെപ്പ് വാക്സിനാണ്.
സെർവിക്കൽ ക്യാൻസറിനുണ്ട്. സെർവിക്കൽ ക്യാൻസറിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് വാക്സിൻ ആണ് HPV വാക്സിൻ. HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇനി 2024 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്താണ്? നത്തിങ് ലിവിങ് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. നത്തിങ് ലിവിങ് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. 2024 ജനുവരി 25 വോട്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയമാണ്. അത് മനസ്സിലാക്കണം. അതുപോലെ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ ഇനി റിപ്പബ്ലിക് ഡേ ഉണ്ടായിരുന്നല്ലോ, 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയമാണ് വികസിത ഭാരത് ലോകതന്ത്ര കി മാതൃക. ഇത് റിപ്പബ്ലിക് ആണ് കേട്ടോ. റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയമാണ് വികസിത ഭാരത് ലോകതന്ത്ര കി മാതൃക. വോട്ടേഴ്സ് ഡേയുടെ പ്രമേയമാണ് നത്തിങ് ലിവിങ് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. ഇനി പ്രീതി, നമ്മുടെ ഇന്ത്യൻ കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാറാണ്. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാറാണ് ആര്? പ്രീതി. ജനുവരിയിൽ അന്തരിച്ച സ്വതന്ത്ര സമര സേനാനിയാണ് കെ ഉണ്ണീരി. ചോദ്യം വന്നാലോ, ഉണ്ണീരി ഏത് മേഖലയിലാണ് അന്തരിച്ച? കെ ഉണ്ണീരി ഏത് മേഖലയിലാണ് പ്രശസ്തൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു സ്വതന്ത്ര സമര സേനാനിയാണ്. നമ്മുടെ കേരളം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത്. അത് ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു കായിക ഉച്ചകോടിക്ക് കൊണ്ടുവരുന്നത് ആരാണ്? കേരളമാണ്. ഇനി AB ശില്പ IPS, നമ്മുടെ 75ാമത്തെ റിപ്പബ്ലിക് ദിനത്തില് ഒഡീഷയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ച മലയാളി വനിതയാണ് AB ശില്പ IPS. ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിലാണ് ഇവരെന്ത് ചെയ്തത്? റിപ്പബ്ലിക് പരേഡ് നയിച്ചത്. 75ാമത്തെ റിപ്പബ്ലിക് ദിന പരേഡില് ഒഡീഷയില് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പരേഡ് നയിച്ച മലയാളിനെ AB ശില്പ IPS. ഇവിടെ എന്തൊക്കെ പഠിച്ചു? LIC പറഞ്ഞു അല്ലെ? ഒപ്പം വരണം, ഒപ്പം ഓർത്തോർത്ത് വരണേ. 2024 ജനുവരിയില് SBI മറികടന്നു അല്ലെ? ആര്? LIC. ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. 75ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയാണ്. അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. 75ാമത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയമാണ് വികസിത ഭാരത് ലോകതന്ത്ര കി മാതൃക. അതിൽ ഒഡീഷയില് പരേഡ് നയിച്ച മലയാളിയാണ് AB ശില്പ IPS. പിന്നെ ബ്രഹ്മോസ് മിസൈൽ എവിടേക്കാണ് നമ്മൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്? ഫിലിപ്പീൻസിലേക്കാണ്. സർവിക്കൽ ക്യാൻസറിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV. പ്രീതി ഇന്ത്യയിലെ കരസേനയിലെ ആദ്യത്തെ സുബേദാറാണ് പ്രീതി. കെ ഉണ്ണീരി അന്തരിച്ചു, അവർ സ്വതന്ത്ര സമര സേനാനിയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന കായിക ഉച്ചകോടിക്ക് വേദിയാവുന്നത്. അത് നമ്മുടെ കേരളമാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. മാത്യു എബ്ഡണും രോഹൻ ബൊപ്പണ്ണയും നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ കേട്ടോ, പുരുഷ ഡബിൾസില് കിരീടം നേടിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് മാത്യു എബ്ഡണും രോഹൻ ബൊപ്പണ്ണയും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസില് മാത്യു എബ്ഡണും രോഹൻ ബൊപ്പണ്ണയ്ക്കുമാണ് കിരീടം നേടിയത്. അടുത്തത് BR ഗവായ്, നമ്മുടെ ജനുവരിയില് സുപ്രീം കോടതിയുടെ നിയമസഹായ കമ്മിറ്റി ചെയർമാനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാണ്. സുപ്രീം കോർട്ടിലെ നിയമസഹായത്തിന് വേണ്ടിയിട്ട് നിയമസഹായ കമ്മിറ്റിയില് ചെയർമാനായിട്ട്, സുപ്രീം കോടതിയുടെ നിയമസഹായ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് BR ഗവായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. റാഷിദ് ഖാൻ അന്തരിച്ചു. അദ്ദേഹം വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞന് പത്മഭൂഷൺ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? റാഷിദ് ഖാൻ അന്തരിച്ചു. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ. അടുത്തത് ജാംനഗർ, ഗുജറാത്ത്. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് ജാംനഗർ, ഗുജറാത്ത് ആണ്. ഹരിത ഹൈഡ്രജൻ.
സോറി, പെന്നിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അതാണ് ചെറിയതായിട്ട് എഴുതുമ്പോൾ ചെറിയ ഗ്യാപ്പ് വരുന്നത്. ഇംഗ്ലീഷ് ചെറിയൊരു മാറ്റം വന്നുകൊണ്ടാണ്. ജാംനഗർ ഗുജറാത്ത് എന്താണ്? ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് ജാംനഗർ ഗുജറാത്തിലാണ്. അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. ഹെവി ഷുഗർ, ഹെപ്പറ്റൈറ്റിസ് എ. ഇതാണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ആണ് ഇത് ഹെവി ഷുഗർ എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ ആണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ചിലപ്പോ ബി എന്നും ഒക്കെ തരുവേ. ഹെപ്പറ്റൈറ്റിസ് എക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഹരിത ഹൈഡ്രജൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് എക്ക് വേണ്ടിയിട്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ ആണ് ഹെവി ഷുഗർ. നമ്മൾ സെർവിക്കൽ ക്യാൻസറിന് പഠിച്ചില്ലേ, HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അത് അവിടെ സെർവിക്കൽ ക്യാൻസറിന്. ഇത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ പ്രതിരോധത്തിനായിട്ട് ഇന്ത്യ വികസിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട്. ഹെവി ഷുഗർ. ഇനി അരവിന്ദ് പനഗരിയ അല്ലെ. നമുക്ക് എന്താണ് അരവിന്ദ് പനഗരിയ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ്. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് ആര്? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയില് ആനി ജോർജ് മാത്യു ഉൾപ്പെടെ എത്ര പേരെ അംഗങ്ങളായിട്ട് നിയമിച്ചിട്ടുണ്ട്? 4 പേരെ അംഗങ്ങളായിട്ട് നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അരവിന്ദ് പനഗരിയ പ്ലസ് 4 അംഗങ്ങൾ. ആരാണ് 4 അംഗങ്ങളിൽ ഒരാൾ? ആരാണ്? ആനി ജോർജ് മാത്യു. ഇനി നമ്മൾ സോമനാഥ്, ISRO ചെയർമാൻ എസ് സോമനാഥൻ അല്ലേ, അദ്ദേഹത്തിന് ശ്രീ ശങ്കര പുരസ്കാരം. ശ്രീ ശങ്കര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ISRO ചെയർമാൻ. ശങ്കര പുരസ്കാരം ISRO ചെയർമാൻ സോമനാഥിന്. ഇനി ട്രായുടെ ചെയർമാനായിട്ട് അനിൽ കുമാർ ലഹോട്ടി അധികാരമേറ്റു. ട്രായുടെ ചെയർമാൻ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ട്രായുടെ ഫുൾ ഫോം എന്താണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർപേഴ്സൺ ആരാണ്? അനിൽ കുമാർ ലഹോട്ടി. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒന്ന് ഒപ്പം പറഞ്ഞു വന്നേ. മാത്യു എബ്ഡണും രോഹൻ ബൊപ്പണ്ണയും എന്താണ്? ഓസ്ട്രേലിയൻ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് അല്ലെ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് മാത്യു എബ്ഡണും രോഹൻ ബൊപ്പണ്ണയും. BR ഗവായി സുപ്രീം കോടതിയുടെ നിയമസഹായ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് BR ഗവായി ആണ്. റാഷിദ് ഖാൻ അന്തരിച്ചു. അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമാണ്. ജാംനഗർ ഗുജറാത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്നത്. ജാംനഗർ ഗുജറാത്തിലാണ്. ഹെപ്പറ്റൈറ്റിസ് എ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ് ഹെവി ഷുഗർ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ആനി ജോർജ് മാത്യു ഉൾപ്പെടെ അതിൽ 4 പേർ അംഗങ്ങളായിട്ടുണ്ട്. ISRO ചെയർമാൻ സോമനാഥിന് ശ്രീശങ്കര പുരസ്കാരം കിട്ടി. ട്രായുടെ ചെയർമാനായിട്ട് അനിൽ കുമാർ ലഹോട്ടി. അടുത്തത് നിർമ്മല സീതാരാമൻ അല്ലെ. നമ്മുടെ തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിക്കുന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡ് ആര് മറികടന്നു? തുടർച്ചയായിട്ട് ബജറ്റുകൾ അവതരിപ്പിച്ചതിൽ റെക്കോർഡ് ആക്കാണ് മൊറാർജി ദേശായിക്കാണ്. അവരുടെ റെക്കോർഡ് മറികടന്നു. ആരാണ്? നിർമ്മല സീതാരാമൻ. ഇനി മുഹമ്മദ് യൂനൂസ് കേട്ടിട്ടുണ്ടാവും അല്ലെ. മുഹമ്മദ് യൂനൂസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൊഴിൽ നിയമ ലംഘന കേസില് തടവിന് ശിക്ഷിക്കപ്പെട്ട ബംഗ്ലാദേശ് നോബൽ ജേതാവാണ് മുഹമ്മദ് യൂനൂസ്. ഏതിലാണ് അദ്ദേഹത്തിന് തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്? തൊഴിൽ നിയമ ലംഘന കേസിൽ കേട്ടോ. തൊഴിൽ നിയമ ലംഘനം. മുഹമ്മദ് യൂനൂസ് അദ്ദേഹം ഒരു ബംഗ്ലാദേശിലെ നോബൽ ജേതാവ് കൂടിയിട്ടാണ്. മികച്ച ചലച്ചിത്രത്തിനുള്ള 2024 ഫിലിം ഫെയർ അവാർഡ് ഏത് കിട്ടി? ഏത് സിനിമയാണ്? 12th മെയിലിനാണ് ഏത് 2024 ഫിലിം ഫെയർ അവാർഡ്. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായിട്ട്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കർണാടകയുടെ സാംസ്കാരിക നേതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ബസവേശ്വര. കർണാടകയുടെ സാംസ്കാരിക നായകനായിട്ട് ആരെയാണ് തെരഞ്ഞെടുത്ത നേതാവായിട്ട്? 2024 ബസവേശ്വര.
ഇനി സ്നോ ലെപ്പേർഡ് അസസ്മെന്റ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയില് ഹിമപ്പുലികളുടെ എണ്ണം എത്രയാണ്? 718 ഹിമപ്പുലികളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് ലഡാക്കിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഹിമപ്പുലി എവിടെയാണ്? ലഡാക്ക്. ഇനി ന്യൂറാലിങ്ക്, മനുഷ്യന്റെ തലച്ചോറില് ചിപ്പ് സ്ഥാപിച്ച് ന്യൂറാലിങ്ക് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു വയർലെസ് സംവിധാനമാണ് ന്യൂറാലിങ്ക്. മനുഷ്യന്റെ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് വയർലെസ് സംവിധാനം ഏതാണ്? ന്യൂറാലിങ്ക്. അതിന്റെ പരമായിട്ട് എന്ത് ചെയ്യും? മനുഷ്യന്റെ തലച്ചോറില് ചിപ്പ് സ്ഥാപിക്കും. ഓക്കെ, എന്തൊക്കെ ഒരു കണ്ടുപിടുത്തങ്ങളാണ് അല്ലെ. ഇനി ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് എവിടെയാണ്? ലഡാക്കിലാണ്. ഭാഗ്യചിഹ്നം ഷീൻ ഇഷി. ലഡാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ലഡാക്കിലെ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ കാണപ്പെടുന്നത്. അപ്പൊ ഭാഗ്യചിഹ്നം ഏതാണ്? ഷീൻ ഇഷി. അതായത് അതൊരു ഹിമപ്പുലിയാണ്, അതാണ് ഭാഗ്യചിഹ്നം കേട്ടോ. ഷീൻ ഇഷി. ഗേലോ ഇന്ത്യ വിന്റർ, നോക്കിക്കേ, വിന്റർ കാലാവസ്ഥ നമുക്കറിയാം. അപ്പൊ നമ്മൾ ലഡാക്കിനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 വേദി ലഡാക്കിലാണ്. ഭാഗ്യചിഹ്നം ഷീൻ ഇഷി, അതായത് ഹിമപ്പുലി. അടുത്തത് INS സുമിത്ര. സൊമാലിയൻ കടക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് INS സുമിത്ര. ഇമാൻ എന്ന യുദ്ധക്കപ്പൽ നമ്മൾ നേരത്തെ ലീല നോർഫിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ INS സുമിത്രയാണ്. INS സുമിത്ര എന്ന യുദ്ധക്കപ്പൽ എന്ത് ചെയ്തു? ഇറാന്റെ ഏതാണ് മത്സ്യബന്ധന ബോട്ടാണ്? ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ സൊമാലിയൻ കൊള്ളക്കാര് റാഞ്ചിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി അവരെ അതിൽ നിന്നും മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് INS സുമിത്ര. AR റഹ്മാൻ, നമ്മൾ അന്തരിച്ച കുറെ ഗായകരുണ്ട് അല്ലെ, കുറെ ഗായകര് അന്തരിച്ചിട്ടുണ്ട്. അവരുടെ ശബ്ദമൊക്കെ ഒരു നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് AR റഹ്മാൻ. അതായത് അന്തരിച്ചു പോയിട്ടുള്ള ഗായകരുടെയൊക്കെ ശബ്ദം എന്ത് ചെയ്തു? നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചു. ഇനി ഹേമന്ത് സോറൻ. ആരാണ് ഈ ഹേമന്ത് സോറൻ? ആദിവാസി ഭൂമി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. നമ്മൾ പത്രങ്ങളിലൊക്കെ ന്യൂസ് കണ്ടതാണ്. ഹേമന്ത് സോറൻ ആദിവാസി ഭൂമി തട്ടിപ്പില് കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഏത് മുഖ്യമന്ത്രിയാണ്? ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു ആര്? ഹേമന്ത് സോറൻ കേട്ടോ. ഇപ്പൊ പുതിയതായിട്ട് ആര് അധികാരമേറ്റു? ചമ്പൈ സോറൻ പുതിയതായിട്ട് അധികാരമേറ്റു. ഹേമന്ത് സോറൻ എന്തുമായും ബന്ധപ്പെട്ടിട്ടാണ് അറസ്റ്റ് ആയത്? ആദിവാസി ഭൂമി തട്ടിപ്പ് കേസില്. പുതിയ ആളായിട്ട് ആര് വന്നു? ചമ്പൈ സോറൻ. ഇനി പ്രധാനമന്ത്രി സൂര്യോദയ യോജന. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 1 കോടി വീടുകളില് എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പുരപ്പുറ സൗരോർജ പ്ലാൻ. പുരപ്പുറത്ത് സൗരോർജം വെച്ചിട്ട് വൈദ്യുതി നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ? മൊറാർജി ദേശായിയുടെ റെക്കോർഡ് മറികടന്നു. തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിച്ചിട്ട് ആര് നേടി? നിർമ്മല സീതാരാമൻ. തൊഴിൽ നിയമലംഘന കേസിൽ അറസ്റ്റിലായി മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശ് നോബൽ ജേതാവാണ്. 2024 ഫിലിം ഫെയർ അവാർഡ് 12th മെയിലാണ്. കർണാടകയുടെ സാംസ്കാരിക നേതാവായിട്ട് തെരഞ്ഞെടുത്തത് ബസവേശ്വരിയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 718 ഹിമപ്പുലികളുണ്ട്. ലഡാക്കിലാണ് ഏറ്റവും കൂടുതൽ ഹിമപ്പുലികള്. ന്യൂറാലിങ്ക്, മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് വന്നതാണ് ഇത് ന്യൂറാലിങ്ക്. പിന്നെ ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 വേദി ലഡാക്കാണ്. അതിന്റെ ഭാഗ്യചിഹ്നം ഷീൻ ഇഷി ഹിമപ്പുലിയാണ്. INS സുമിത്ര ഇറാന്റെ ഇമാൻ എന്ന മത്സ്യ ബോട്ടിനെ സൊമാലിയൻ കൊള്ളക്കാര് റാഞ്ചിയിട്ടുണ്ടായിരുന്നു. അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് INS സുമിത്ര. AR റഹ്മാൻ അന്തരിച്ച ഗായകരുടെ എല്ലാം ശബ്ദം പുനഃസൃഷ്ടിക്കാൻ വേണ്ടി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചതാണ്. ആരാണ്? AR റഹ്മാനാണ്. ഹേമന്ത് സോറൻ അറസ്റ്റിലായി. അതിന് പകരം എന്തിനാണ്? ആദിവാസി ഭൂമി തട്ടിപ്പിക്കേസിലാണ് അദ്ദേഹം. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. അതിന് പകരം ചമ്പൈ സോറൻ അധികാരമേറ്റു. പുരപ്പുറ സൗരോർജ പദ്ധതിയുടെ സ്കീം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് പ്രധാനമന്ത്രി സൂര്യോദയ യോജന.
Fertilizing the future, Bharat Smart towards fertilizer self-sufficiency എന്ന പുസ്തകം ആരുടേതാണ്? മൻസൂഖ് മാണ്ഡവ്യ. മൻസൂഖ് മാണ്ഡവ്യയുടെ പുസ്തകമാണ് Fertilizing the future, Bharat Smart towards fertilizer self-sufficiency. ഇനി കിരിയാക്കോസ് മിറ്റ്സോട്ടക്കീസ് ഫെബ്രുവരിയിൽ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് സന്ദർശനം നടത്തിയിട്ടുള്ള ഗ്രീസ് പ്രധാനമന്ത്രിയാണ്. ഗ്രീസിന്റെ പ്രധാനമന്ത്രിയാണ് ആര്? കിരിയാക്കോസ് മിറ്റ്സോട്ടക്കീസ്. കുര്യാക്കോസ് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര പഠിക്കാൻ എളുപ്പമായില്ലേ. ഗ്രീസിന്റെ പ്രധാനമന്ത്രിയാണ് ആര്? കിരിയാക്കോസ് മിറ്റ്സോട്ടക്കീസ്. അദ്ദേഹം ഇന്ത്യൻ സന്ദർശനം നടത്തിയ ഗ്രീസ് പ്രധാനമന്ത്രിയാണ്. ഇനി സിരിജഗൻ കമ്മീഷൻ. ഇപ്പോൾ ഒരുപാട് നമുക്ക് തെരുവുനായ ആക്രമണങ്ങൾ, ഒരുപാട് പേർക്ക് അതിലൂടെ മരണം സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഈ തെരുവുനായ ആക്രമണത്തില് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ, ഇപ്പൊ അറിയാം തെരുവുനായ ആക്രമണത്തിൽ ഇത്ര രൂപ നഷ്ടപരിഹാരം, അപ്പൊ അത് കേസ് അത് എത്രത്തോളം അതില് ആഘാതമുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. തെരുവുനായ ആക്രമണത്തില് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയാണ് ഏത്? സിരിജഗൻ കമ്മീഷൻ. സിരിജഗൻ കമ്മീഷൻ പഠിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് 73 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിച്ചത് മനസ്സിലായിട്ടുണ്ടാകും. ക്ലാസ് എടുക്കുന്നത് എന്തെങ്കിലും ഒന്ന് മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞാലേ അത് എനിക്ക് അറിയുള്ളൂ. എന്നാൽ അതിൻ്റെ രീതി ഞാൻ എന്ത് ചെയ്യാം, മാറ്റി പറഞ്ഞിട്ട് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് എന്ത് ചെയ്യണം, നിങ്ങളത് പറയണം കേട്ടോ. പറഞ്ഞാലേ അത് എനിക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ ഓർമ്മയുണ്ടോ? ഒന്ന് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ? മാൽഗൻസിഗിരി വിമാനത്താവളം നമ്മൾ എവിടെയാണ് പറഞ്ഞത്? മാൽഗൻസിഗിരി വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചു, ജനുവരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മാൽഗൻസിഗിരി വിമാനത്താവളം ഓർമ്മയുണ്ടോ? എവിടെയാണ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒഡീഷയിലാണ് അല്ലേ. എപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വരുന്നത്? ബുള്ളറ്റ് ട്രെയിൻ നിലവിൽ വരുന്നത് എപ്പോഴാണ്? 2026 ബുള്ളറ്റ് ട്രെയിൻ വരുന്നുണ്ട് അല്ലേ. പിന്നെ ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? ഉസ്താദ് റാഷിദ് ഖാൻ അല്ലേ. ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഭ ആത്രേ, നമ്മൾ പ്രഭ ആത്രയെ കുറിച്ച് പഠിച്ചു. അവർ ആരാണ്? പ്രഭ ആത്രേ വരാൻ പോകുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രഭ ആത്രേ ഉറപ്പാണ്, നോക്കിക്കോളൂ. അവർ അന്തരിച്ചു. ആരാണ് അവര്? ഹിന്ദുസ്ഥാനി ഇതിഹാസ ഗായികയാണ് അല്ലെ. ഹിന്ദുസ്ഥാനി ഇതിഹാസ ഗായികയാണ്. പിന്നെ നമ്മൾ അവരെ എന്തൊക്കെ കുറിച്ച് പഠിച്ചു? 2022 ഏത് പുരസ്കാരമാണ്? പത്മ വിഭൂഷൺ പുരസ്കാരം 2022 ലഭിച്ചിട്ടുണ്ട്. 1990 അവർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഞാൻ പഠിച്ചത് ഓർത്ത് പറയണേ, നിങ്ങളൊപ്പം പറഞ്ഞു വേണം. പിന്നെ പറയുന്നേ, 1990 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. പിന്നെ 2002 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പിന്നെ എൻലൈറ്റനിങ് ദ ലിസണർ അവരുടെ പുസ്തകമാണ്. എൻലൈറ്റനിങ് ദ ലിസണർ അവരുടെ പുസ്തകമാണ്. പിന്നെ അവരുടെ ആത്മകഥയാണ് ഏത്? സംഗീതത്തിന്റെ പാതയിൽ. ഇത്രയും കാര്യങ്ങൾ പ്രഭ ആത്രയെ കുറിച്ചിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ പി വത്സല, ഫാത്തിമ ബീവി, പ്രഭ ആത്രേ, MS സ്വാമിനാഥൻ, ഇതൊക്കെ പഠിക്കണം. പി വത്സല, ഫാത്തിമ ബീവി, MS സ്വാമിനാഥൻ എന്നൊക്കെ ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പ്രഭ ആത്രയുടെ ഇപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്ത് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ഇതൊക്കെ പഠിച്ചു പോയില്ലേ. നമ്മൾ ഒരാഴ്ച ആകുമ്പോഴേക്കും 2 മാസത്തിലെ കേരളവും ഇന്ത്യയൊക്കെ നന്നായിട്ട് പഠിച്ചു പോകും അല്ലേ. അപ്പോൾ അതൊന്ന് ശനി ഞായർ ഒന്നും കൂടി ആ വീഡിയോ ഒന്ന് ഒരു 2x ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാരൊന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.